ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഈരുമ്പായ ഇറക്കാറ് കണ്ടോ, നല്ല മൂത്തപ്പോട്ടാ കണ്ടോ, ഒരുപാട് എണ്ണ ഉണ്ട് ഇതുമ്മേ കണ്ടോ, ഒരുപാട്. ഇപ്പം കൈ കൊണ്ട് വെക്കുന്നതാവുകൊണ്ട് നമ്മൾക്ക് പൊട്ടിക്കാൻ മല്ലക്കെട്ടില്ല. വേറുള്ളതൊക്കെ ആണെങ്കിൽ നല്ല മല്ല വെട്ടുറപ്പുള്ള സാധനമാണ്, വെട്ടുറപ്പുള്ള സാധനമാണ്. നമ്മളെ കൊട്ടയിലേക്ക് ഇങ്ങനെ ഇടാൻ കേട്ടോ, നല്ല വലിപ്പം വെച്ചിട്ട് കേട്ടോ, കണ്ടില്ലേ കണ്ടോ, നല്ല വലിപ്പം വെച്ചിക്കണു. നല്ല ചുവന്ന നിറ ഈ ഭാഗത്തൊക്കെ വന്നിക്കണു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറുത്തിട്ട് അരിയിലോ അല്ലെങ്കിൽ വേറെ പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞ് വെച്ചാൽ നല്ല പഴുത്ത് കിട്ടും. കണ്ടോ, സാധനങ്ങൾ നല്ല സൂപ്പറാണ്. ഹലോ, അപ്പോൾ കണ്ടോ, നല്ല ചുമന്ന നിറമുള്ള 2 ഈനപ്പഴം നിൽക്കുന്നുണ്ട്. കുറച്ച് അകർത്താണ് കേട്ടോ, ഞാൻ തോട്ടി കൊളുത്തി വെച്ചിരിക്കുന്നു അത് പൊട്ടിക്കാൻ. ഇത് നമ്മൾ ഇന്ന് പൊട്ടിച്ചില്ലെങ്കിൽ അണ്ണാനോ കാക്കേ അല്ലെങ്കിൽ വവ്വാലോ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അതിന്ന് സാപ്പിടും. അപ്പോൾ നമ്മളത് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് അറക്കാൻ പോവുക. കണ്ടോ, തോട്ടി ഇങ്ങനെ ഒരു തിരിക്കാനേ പറ്റും, വെച്ചാൽ കിട്ടൂല കേട്ടോ, നല്ല ഉറപ്പാണ്. ഇതിന് വെച്ച് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ, ഇങ്ങനെ തിരിച്ച് നല്ല അരിമ്പാക്കൊട്ട് തോട്ടി വേണം കേട്ടോ, അതിന് കിട്ടൂല. കണ്ടോ, അല്ലെങ്കിൽ തിരിച്ച് 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 പൊട്ടിക്കണം. ഇങ്ങനെ തിരിച്ച് തിരിച്ച് പൊട്ടിച്ചാൽ കിട്ടും. ഒരെണ്ണം ചാടി അത് താഴേക്കാണ് ചാടിയത്. ചുമപ്പ് നിറയിക്കണം കേട്ടോ, നല്ല ചുമപ്പ് നിറയിക്കണം. ഞാനിങ്ങനെ തിരിച്ച് തിരിച്ചിട്ടാണ് പൊട്ടിക്കല്. അരുവാ തോട്ടി വേണം, അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള തോട്ടി വേണം. അപ്പോൾ ഒന്ന് താഴത്തേക്കും വീണിക്കണം, ഒന്ന് ഉള്ളിലേക്കും വീണിക്കണം. കണ്ടോ കണ്ടോ, എന്താ ചുവപ്പ്. ഈ കളറ് വന്ന സാധനമാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല അരിയിലോ മറ്റെന്തിലേലും കൊണ്ടുപോയി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് തന്നെ പൊട്ടും, പൊഴുത്ത് കിട്ടും, സാപ്പിടാം. അല്ലാതെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആ തോട്ടി കൊണ്ട് അറുത്തോണ്ടാണ് കണ്ടോ, പിന്നെ ചിറ്റി ചിറ്റി അറുത്ത് കഴിഞ്ഞതാണിത്. ഓക്കെ, ഹലോ, അപ്പം ഇനി നമ്മൾ ഇറക്കാൻ പോകുന്നത് കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കൈ കൊണ്ട് തട്ടിൻ്റെ മുകളിലാണ് കണ്ടില്ലട്ടോ, ഇതൊക്കെ നല്ല ചുമപ്പ് കളർ വന്നിട്ടുണ്ട്. ഇതൊന്ന് കണ്ടില്ലേ, ഇതാ കണ്ടോ, കണ്ടോ ചുവപ്പ് കളർ വന്നിക്കൂടെ. കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ അണ്ണാനും മറ്റുള്ള വവ്വാലുകളൊക്കെ ഇത് മൂത്ത് പഴുക്കണീൻ്റെ മുന്നേ തന്നെ കുറച്ച് കടിച്ചു വെക്കുകയാണ്, കുറച്ച് അടിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ കുറച്ച് ഐറ്റുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇറക്കണം. കേട്ടോ, അതിൻ്റെ അപ്പത്ത് നേരെ ശ്രദ്ധിക്കണം. ഈ ചെറിയ കുഞ്ഞതുകൊണ്ട് ഇത് കണ്ടോ, കുഞ്ഞ സാധനം കൂടി ഉണ്ട് കണ്ടോ. അപ്പം എന്ത് ചെയ്യണം, സൂക്ഷിച്ചാക്കണം, അല്ലെങ്കിൽ ആ ചെറുത് നഷ്ടപ്പെടും. അത് സൂക്ഷിച്ച് ഇറക്കുക എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ഇത് കത്തി എന്തെങ്കിലും വേണ്ടി വരും, അല്ലാതെ ഇത് അറക്കാൻ കഴിയില്ല, മേലെത്തണമില്ല. തോട്ടിക്കൊന്നും അറുത്താൽ ഈ ചെറുതുണ്ടാവുന്ന കാരണം കിട്ടില്ല. തോട്ടിക്കറുത്താൽ കിട്ടില്ല, ചെറുതുള്ള കാരണം. പിന്നെ നമ്മൾ അറക്കാൻ പോകുന്നത് വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കത്തി കൊണ്ട് അറക്കാൻ കേട്ടോ, അല്ലാതെ കിട്ടില്ല. കാരണം കത്തില്ലാതെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ളതൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ കൂടെ ചെറുതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ. എന്നാൽ തന്നെ ഇറക്കാൻ എനിക്ക് നേരെ എത്തുന്നില്ല, ബുദ്ധിമുട്ടാണ്. എനിക്ക് നേരെ എത്തുന്നില്ല കേട്ടോ.
അത് അറക്കൽ ഞാൻ ഉപേക്ഷിച്ചു, അതെനിക്ക് നടക്കില്ല. ഞാൻ വേറെ ഒന്ന് അറക്കാൻ പോവാ. കണ്ടാ ഇതിൻ്റെ കളർ ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളി ആയിക്കോളൂ. ഇതൊക്കെ ഇപ്പം അരിയിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഔട്ടാണ്. ഉണ്ടല്ലേ, അതിൻ്റെ കത്തിയുണ്ട്, അതുകൊണ്ട് പിന്നെ മല്ലിക്കത്തില്ല. അല്ലെങ്കിൽ മരത്തിൽ കംപ്ലൈൻറ്റ് വരാണ് വെച്ചിട്ട് നമ്മളിത് ഭയങ്കര നെറ്റുറപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അത് പൊട്ടിച്ചപ്പോൾക്ക് കത്തി വേണം, അല്ലാതെ പൊട്ടിച്ചാൽ കിട്ടൂല. അടുത്തത് കണ്ടോ, കണ്ടോ, നല്ല പഴമാണ്. നല്ലൊരു 1 കിലോളം ഓരോന്ന് തൂക്കം വരും. അത്ര വലിപ്പമുണ്ടെങ്കിൽ തൂക്കിയത് കാണിച്ചു തരാൻ എൻ്റെ തുലാസില്ല. അപ്പം നമ്മളിത് കട്ട് ചെയ്യാണ്. കുറച്ച് കട്ട് ചെയ്തത് കുഴപ്പമില്ല, ഇതിൻ്റെ ഒപ്പമില്ല. നല്ല കട്ടി ഉറപ്പാണ് ഇതിന് സാധനം. അല്ല ഞെട്ടി ഉറപ്പില്ല, അല്ല ചുവപ്പ് നിറം വന്നു. കത്തി കൊണ്ട് പൊട്ടിച്ചു, അതുകൊണ്ട് നല്ല സുഖമായി കിട്ടി. അടുത്തത് നമ്മൾ ഈ 2 അറക്കാൻ പോകുന്നത്. അത് തോട്ടിക്ക് കിട്ടണതിലും കുറച്ച് മല്ലാണ്. കാരണം എനിക്ക് കാലിന് സുഖമില്ലാത്ത ആളാവുമ്പോൾ നമുക്കിത് കൂടെ കയറി മറിഞ്ഞ് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ട അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല സാധനം മൂത്ത് നിൽക്കുന്നുണ്ട്. ഒക്കെ പൊട്ടിക്കാരായിക്കണം കേട്ടോ. കണ്ട ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്താ പറയുക, കണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഓരോ കായകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കണ്ടോ. നിൽക്കണു ആ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കായ ഇതുമൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. നമ്മളെ പൈപ്പിൻ്റെ ടാങ്കിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കായകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പൊട്ടിക്കാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം എന്തൊക്കെ മരത്തുമ്പോൾ കയറാറിയാലും ബുദ്ധിമുട്ടാണ്. ആ ടാങ്കിൻ്റെ പൈപ്പിൻ്റെ അടുത്തൊക്കെ പൈപ്പുമ്പോൾ കിടക്കുന്നുണ്ടോ. നമ്മൾ ടാങ്ക് നിറഞ്ഞ പുറത്തേക്ക് വെള്ളം ചാടാൻ വെക്കുന്ന പൈപ്പിൻ്റെ അതിമൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ വേറെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോ നല്ല വലിപ്പുള്ള സാധനങ്ങളാണ് ഇനി ഇറക്കാനുള്ളത്. കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ട് ഇത് ഇറക്കണം, അല്ലാതെ അത് ഇറക്കാൻ കഴിയില്ല. കണ്ടോ ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അടുത്തുനിന്നല്ല എടുക്കണം, അതൊക്കെ സൂം ചെയ്തുകൊണ്ട് ക്ലിയർ കുറച്ച് കമ്മി ഉണ്ടാവും. അല്ലാതെ എനിക്ക് അതൊന്നും പോകണ്ട. ഇതൊക്കെ അപ്പുറത്തെ പേരുടെ ഭാഗത്താണ് നിൽക്കുന്നത്. നല്ല വലിയ മരമാകുന്ന സാധനമാണ്. കണ്ടോ, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു മരം വെച്ച് പിടിപ്പിച്ചാലുള്ള ഗുണതാണ്. കണ്ടോ ചെറിയ കായകൾ അടക്കത്തുമുണ്ട്. അതിൻ്റെ അപ്പം ഞാൻ ഇപ്പം കാണിച്ചു തന്നു. ചെറുത് വലിപ്പളാല ചുമത്ത് പഴുത്തതൊക്കെ കാണിച്ചു തന്നു. ഇതേപോലെ ചെറുതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 10 മാസത്തിൽ ചുരുങ്ങിയത് കായകളുണ്ടാവും. നമുക്ക് കഴിക്കാൻ നല്ല ഫ്രൂട്ടാണ്. നമ്മളങ്ങനെ വളങ്ങളും ഇതൊന്നും അങ്ങനെ കൊടുക്കണമെന്നില്ല, ഇടയ്ക്ക് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയകാല ഫ്രൂട്ടാണ്, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വരുന്നതെന്നല്ല. ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കാരണന്മാരൊക്കെ ജീവിച്ചിരുന്നത്. അവർക്കൊന്നും അസുഖങ്ങളും ഇതൊന്നും. ഹലോ, അറുത്ത് കൂട്ടി വീണ് പൊട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ അറുത്ത് കൂട്ടി ഒട്ട ഈനമ്പായ അറുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതൊരു ചാകര തന്നെയാണ് ഈനമ്പായം കൊണ്ട്.